കൈപ്പറിയാൻ വേണ്ടിയാണ് കൊടുത്തതെന്നല്ലേ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോ പറഞ്ഞ ചായനെടുത്ത് കുടിച്ചു. അങ്ങനെയല്ലല്ലോ ഞാൻ പറഞ്ഞത്. ഞാൻ തുടക്കം മുതലേ ഗ്ലാസിന്റെ കാര്യവും എടുത്തു വച്ച. നമസ്കാരം. ഷാരോൺ വധം കഷായം ഗ്രീഷ്മ എന്ത് ചെയ്തു? വളരെ മൃഗീയമായി കൊലപ്പെടുത്തിയ ഷാരോൺ തിങ്കളാഴ്ചയാണ് അതിന്റെ വിധി വരാൻ പോകുന്നത്. അതായത് കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. കഷായം ഗ്രീഷ്മ കുറ്റം ചെയ്തു എന്ന് തെളിഞ്ഞിട്ടുണ്ട്. അതിന്റെ വിധി തിങ്കളാഴ്ച വരാനിരിക്കെ നമ്മുടെ കേരളം കണ്ട, ഒരുപക്ഷെ കേരളം കണ്ട ഈ പ്രണയ കൊലപാതകങ്ങൾ ഏറ്റവും ക്രൂരമായ കൊല ഇത് തന്നെയാണെന്ന് പറയേണ്ടതായിട്ട് വരും. അത്രയ്ക്ക് ക്രൂരമായിട്ടും അത്രയ്ക്ക് പ്ലാൻ ചെയ്തുമാണ് ഈ പറയുന്ന നരഭോജിയായ കാമവെറി പൂണ്ട ഈ പറയുന്ന ആരാണ് ഈ ഗ്രീഷ്മ കൊലപ്പെടുത്തിയത് ഷാരോണിനെ. അപ്പോ ഈ ഗ്രീഷ്മ കൊലപ്പെടുത്തിയ സമയത്ത് എങ്ങനെയാണ് ഈ ഗ്രീഷ്മ കൊലപ്പെടുത്തിയത്? ഈ കൊലപ്പെടുത്തുന്നതിന് മുമ്പ് നടത്തിയ ചാറ്റുകൾ നിങ്ങൾക്ക് പണ്ട് കണ്ട ഓർമ്മയായിരിക്കും. പക്ഷെ ഇപ്പൊ ഞാൻ ഒരിക്കൽ കൂടി അത് കണ്ടപ്പോൾ എനിക്ക് വീണ്ടും ആ ഒരു അവളോടുള്ള ദേഷ്യം എന്തുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന ഗ്രീഷ്മയ്ക്ക് കൊലക്കയർ തന്നെ വേണം, കൊലക്കയർ തന്നെ കൊടുക്കണം എന്ന് പറയാനുള്ള കാരണം ആ ചാറ്റുകളിരുന്നു. ആ ചാറ്റുകളിന് ശേഷം ഇവനെ വിളിച്ചു വരുത്തുന്ന രീതി എങ്ങനെയാണ്? അവന്റെ അച്ഛനും അമ്മയും പോയി വാ എന്ന് വിളിച്ചു വരുത്തുന്ന രീതി, ഇവനോട് കപടമായ സ്നേഹം പ്രകടിപ്പിക്കുന്ന രീതി, അവൻ വാവെന്ന് വിളിക്കുമ്പോ എന്തോ എന്ന് ഇങ്ങനെ ചോദിക്കുന്ന ഒരു രീതി, അമ്മാവൻ പോയി വാ, നീ വരുന്നില്ലേ, ഞാൻ ഇവിടെ ഇരിപ്പുണ്ട് എന്നൊക്കെ പറയുന്ന രീതി. അതിനുശേഷം ഇവൻ ഒമിറ്റ് ചെയ്തപ്പോ ഇവളുടെ വോയിസ് ക്ലിപ്പ് എടുത്തിട്ട് പറയുന്നുണ്ട് ഞാൻ അങ്ങനെ അവളെ സംസാരം അപ്പോഴൊക്കെ കേട്ട് കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെല്ലാം വിശ്വസിച്ച് പോകും ഇവളൊരു പാവമാണ്, അയ്യോ ഇത് ഇവളെ ആരെ കുടുക്കിയതാണെന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള ഈ പറയുന്ന വോയിസ് ക്ലിപ്പുകൾ. ഇവനെ വീട്ടിൽ വിളിച്ചു വരുത്തിയ സമയം തൊട്ടുള്ള പിന്നെ എന്താണ് വാട്സപ്പ് ചാറ്റ്, അതാണ് ഞാൻ കംപ്ലീറ്റ് ഇവിടെ കൊടുക്കാം. നിങ്ങൾ ഓരോന്നായിട്ട് വായിച്ചു നോക്കി അറിയുമ്പോൾ എന്തുമാത്രം ക്രൂരയായിരുന്നു ഇവൾ. അതിനുശേഷം അവൻ ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറയുമ്പോൾ വേണ്ട, എന്താണ് പോയി മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ഗുളിക വാങ്ങിച്ച് കഴിച്ചാൽ മതി എന്ന് പറയുന്നു. അതിനുശേഷം അവൻ പറയുന്നുണ്ട് നിനക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞാൽ എനിക്കത് കുഴപ്പമില്ല, ഞാൻ ഇപ്പൊ റെഡിയായി വരുന്നു എന്ന് പറയുമ്പോൾ അവൾക്ക് സംശയം, ആണോ, സത്യമാണോ, ഒരിക്കൽ കൂടി പറ. കാരണം ഇവൾക്ക് ആ ഒരു ടെൻഷനാണ്, അവൻ ഇനി രക്ഷപ്പെടുമോ എന്നുള്ള ടെൻഷനും തരാം. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് മൊത്തം കംപ്ലീറ്റ് അവരുടെ ചാറ്റും അവളുടെ വോയിസ് ക്ലിപ്പും കൊടുക്കുന്നുണ്ട്, കേട്ട് നോക്കാം. അപ്പൊ അറിയാം എന്തുമാത്രം ക്രിമിനൽ ആണ് ഇവളെന്നുള്ളത്. കൈപ്പറിയാൻ വേണ്ടിയാണ് കൊടുത്തതെന്നല്ലേ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോ പറഞ്ഞ ചായനെടുത്ത് കുടിച്ചു. അങ്ങനെയല്ലല്ലോ ഞാൻ പറഞ്ഞത്. ഞാൻ തുടക്കം മുതലേ ഗ്ലാസിന്റെ കാര്യവും എടുത്തു വച്ച കാര്യവും ഗ്ലാസ്സിൽ ഒഴിച്ചു വെച്ചിരുന്നത് മാറ്റി വെച്ചത് എല്ലാം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കണേ. എനിക്ക് മാറ്റി പറയുന്ന കാര്യമൊന്നും ഇല്ലടാ. നീ ഒന്ന് നന്നായിട്ട് ആലോചിച്ച് നോക്ക്. ഇതേ കാര്യങ്ങൾ ഞാൻ ചേട്ടൻ്റെ അടുത്തും പപ്പയെടുത്തും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. നീ ചോദിച്ചു നോക്ക് വേണമെങ്കിൽ. എന്റെ ദോഷത്തിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ ചേട്ടനോട് പറഞ്ഞിട്ടുണ്ട്. ഒന്നുമില്ല അത് പറയാ ഞാനും അത് വിശ്വസിച്ചിരുന്നു. അതിനിപ്പോ എന്താ? അതിനിപ്പോ ഞങ്ങളുടെ ആചാരപ്രകാരം മറ്റേ നെറ്റിയിലെ സിന്ദൂരമൊക്കെ പെണ്ണ് നിന്നിട്ട് വെള്ളമൊഴിച്ച് മാറ്റി കളഞ്ഞ അത്. ഇനി നിന്റെ ചേട്ടനോട് ചോദിക്കുമ്പോ നീ ചോദിക്കും, ഗ്ലാസ്സിലല്ലേ കുടിച്ചത്, ഗ്ലാസ്സിലെടുത്ത് മാറ്റി വെച്ചിരുന്നതാണോ ഞാൻ എടുത്ത് തന്നത് എന്ന് നീ ചോദിക്ക്. എനിക്ക് കള്ളം പറയുന്ന കാര്യമൊന്നും ഇല്ല. ഞാൻ പറഞ്ഞത് സത്യമാണ്. കയ്പ് നോക്കാൻ വേണ്ടിയാണ്. ഞാൻ കുറിച്ചിട്ട് കയ്പ് എന്ന് പറയുമ്പോൾ ചേട്ടനെ കളിയാക്കും. അതുകൊണ്ട് അതിന്റെ കയ്പ് എന്താണെന്ന് അറിയണമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എടുത്ത് മാറ്റി വെച്ചിരുന്നത്. അമ്മയാണ് മരുന്നൊക്കെ വെച്ചിരിക്കുന്നത്, ഞാൻ എടുത്ത് മാറ്റി ഗ്ലാസ്സിലാണ് വെച്ചിരുന്നത്. നീ അത് ചോദിച്ചു നോക്ക്. കുടിച്ചിറങ്ങിയതല്ലേ, അപ്പൊ അങ്ങേർക്ക് മറക്കൂലല്ലോ. നീ ചോദിച്ചു നോക്ക്, എന്നിട്ട് പറ. എടി ചാട്ടനൊക്കെ വന്നു, പക്ഷെ ചാട്ടൻ്റെ അടുത്തൊന്നും പറയാൻ പറ്റൂലല്ലേ ഇതേപോലെ കഷായം കുടിച്ചാൽ. ഞാൻ വീട്ടിൽ പറഞ്ഞ ഒരു മറ്റേ അമ്മ കുടിച്ചില്ല, ഒരു എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞത് ഒരു കയ്പുള്ള നമ്മളമ്മ കുടിച്ചിട്ടുണ്ട്. അതേപോലത്തെ ഒരു സാധനം കുടിച്ചെന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ അത് കുടിച്ചത് ശബ്ദത്തിൽ ഉറങ്ങിയെന്നാണ് ഞാൻ വീട്ടിൽ പറഞ്ഞത്. പക്ഷെ എനിക്കും ഈ ജ്യൂസിന് എന്തോ ഡൗട്ട് തോന്നുന്നു. അതൊരു നോർമൽ ടേസ്റ്റ് ആയിരുന്ന കുഴപ്പമൊന്നുമില്ലല്ലോ. ഞാൻ അത് റിയാക്ട് ആയതാണോ എന്തോ. കൈപ്പറിയാൻ വേണ്ടിയാണ് കൊടുത്തതെന്നല്ലേ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോ പറഞ്ഞ ചായനെടുത്ത് കുടിച്ചു. അങ്ങനെയല്ലല്ലോ ഞാൻ പറഞ്ഞത്. ഞാൻ തുടക്കം മുതലേ ഗ്ലാസിന്റെ കാര്യവും എടുത്തു വച്ച കാര്യവും ഗ്ലാസ്സിൽ ഒഴിച്ചു വെച്ചിരുന്നത് മാറ്റി വെച്ചത് എല്ലാം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കണേ. എനിക്ക് മാറ്റി പറയുന്ന കാര്യമൊന്നും ഇല്ലടാ. നീ ഒന്ന് നന്നായിട്ട് ആലോചിച്ച് നോക്ക്. ഇതേ കാര്യങ്ങൾ ഞാൻ ചേട്ടൻ്റെ അടുത്തും പപ്പയെടുത്തും ഒക്കെ
പറഞ്ഞിട്ടുണ്ട്. നീ ചോദിച്ചു നോക്ക് വേണമെങ്കിൽ. എന്റെ ദോഷത്തിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ ചേട്ടനോട് പറഞ്ഞിട്ടുണ്ട്. അതൊന്നും ഒന്നുമില്ല അത് പറയാ ഞാനും അത് വിശ്വസിച്ചിരുന്നു. അതിനിപ്പോ എന്താ ചെയ്യാ? അതിനിപ്പോ ഞങ്ങളുടെ ആചാരപ്രകാരം മറ്റേ നെറ്റിയിലെ സിന്ദൂരമൊക്കെ പെണ്ണ് നിന്നിട്ട് വെള്ളമൊഴിച്ച് മാറ്റി കളഞ്ഞ അത്. ഇനി നിന്റെ ചേട്ടനോട് ചോദിക്കുമ്പോ നീ ചോദിക്ക്, ഗ്ലാസ്സിലല്ലേ കുടിച്ചത്, ഗ്ലാസ്സിലെടുത്ത് മാറ്റി വെച്ചിരുന്നതാണോ ഞാൻ എടുത്ത് തന്നത് എന്ന് നീ ചോദിക്ക്. എനിക്ക് കള്ളം പറയണ കാര്യമൊന്നും ഇല്ല. ഞാൻ പറഞ്ഞത് സത്യമാണ്. കയ്പ് നോക്കാൻ വേണ്ടിയാണ്. ഞാൻ കുടിച്ചിട്ട് കയ്പ് എന്ന് പറയുമ്പോൾ ചേട്ടനെ കളിയാക്കും. അതുകൊണ്ട് ഞാൻ അതിന്റെ കയ്പ് എന്താണെന്ന് അറിയണമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എടുത്ത് മാറ്റി വെച്ചിരുന്നത്. അമ്മയാണ് മരുന്നൊക്കെ വെച്ചിരിക്കുന്നത്, ഞാൻ എടുത്ത് മാറ്റി ഗ്ലാസ്സിലാണ് വെച്ചിരുന്നത്. നീ അത് ചോദിച്ചു നോക്ക്. കുടിച്ചതങ്ങേരല്ലേ, അപ്പൊ അങ്ങേർക്ക് മറക്കൂലല്ലോ. നീ ചോദിച്ചു നോക്ക്, എന്നിട്ട് പറ. എടി ചാട്ടനൊക്കെ വന്ന് പക്ഷെ ചാട്ടൻ്റെ അടുത്തൊന്നും പറയാൻ പറ്റൂലല്ലേ ഇതേപോലെ കഷായം കുടിച്ചാൽ. ഞാൻ വീട്ടിൽ പറഞ്ഞ ഒരു മറ്റേ അമ്മ കുടിച്ചില്ലേ ഒരു എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞത്, ഒരു കയ്പുള്ള മായ നമ്മളമ്മ കുടിച്ചിട്ടില്ല, അതേപോലത്തെ ഒരു സാധനം കുടിച്ചെന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ അത് കുടിച്ചത് ശബ്ദത്തിൽ ഉറങ്ങിയെന്നാണ് ഞാൻ വീട്ടിൽ പറഞ്ഞു. പക്ഷെ എനിക്ക് ഈ ജ്യൂസിന് എന്തോ ഡൗട്ട് തോന്നണ്. അതൊരു നോർമൽ ടേസ്റ്റ് ആയിരുന്ന, കുഴപ്പമൊന്നുമില്ലല്ലോ. ഞാൻ അതും റിയാക്ട് ആയതാണോ എന്തോ. കൈപ്പറിയാൻ വേണ്ടിയാണ് കൊടുത്തതെന്നല്ലേ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോ പറഞ്ഞാൽ എന്നിട്ട് കുടിച്ചു. അങ്ങനെ അല്ലല്ലോ ഞാൻ പറഞ്ഞത്. ഞാൻ തുടക്കം മുതലേ ഗ്ലാസിന്റെ കാര്യവും എടുത്തു വച്ച കാര്യവും ഗ്ലാസ്സിൽ ഒഴിച്ച് വെച്ചിരുന്നത് മാറ്റി വെച്ചത് എല്ലാം ഞാൻ പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കണേ. എനിക്ക് മാറ്റി പറയണ കാര്യമൊന്നും ഇല്ലടാ. നീ ഒന്ന് നന്നായിട്ട് ആലോചിച്ച് നോക്ക്. ഇതേ കാര്യങ്ങൾ ഞാൻ ചേട്ടനടുത്തും പപ്പയടുത്തും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. നീ ചോദിച്ചു നോക്ക് വേണമെങ്കിൽ. എന്റെ ദോഷത്തിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ ചേട്ടനോട് പറഞ്ഞിട്ടുണ്ട്. അതൊന്നും ഒന്നുമില്ല അത് പറയാ ഞാനും അത് വിശ്വസിച്ചിരുന്നു. അതിനിപ്പോ എന്താ ചെയ്യാ? അതിനിപ്പോ ഞങ്ങളുടെ ആചാരപ്രകാരം മറ്റേ നെറ്റിയിലെ സിന്ദൂരമൊക്കെ പെണ്ണ് നിന്നിട്ട് വെള്ളമൊഴിച്ച് മാറ്റി കളഞ്ഞ അത്. ഇനി നിന്റെ ചേട്ടനോട് ചോദിക്കുമ്പോ നീ ചോദിക്ക്, ഗ്ലാസ്സിലല്ലേ കുടിച്ചത്, ഗ്ലാസ്സിലെടുത്ത് മാറ്റി വെച്ചിരുന്നതാണോ ഞാൻ എടുത്ത് തന്നത് എന്ന് നീ ചോദിക്ക്. എനിക്ക് കള്ളം പറയണ കാര്യമൊന്നും ഇല്ല. ഞാൻ പറഞ്ഞത് സത്യമാണ്. കയ്പ് നോക്കാൻ വേണ്ടിയാണ്. ഞാൻ കുടിച്ചിട്ട് കയ്പ് എന്ന് പറയുമ്പോൾ ചേട്ടനെ കളിയാക്കും. അതുകൊണ്ട് ഞാൻ അതിന്റെ കയ്പ് എന്താണെന്ന് അറിയണമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എടുത്ത് മാറ്റി വെച്ചിരുന്നത്. അമ്മയാണ് മരുന്നൊക്കെ വെച്ചിരിക്കുന്നത്, ഞാൻ എടുത്ത് മാറ്റി ഗ്ലാസ്സിലാണ് വെച്ചിരുന്നത്. നീ അത് ചോദിച്ചു നോക്ക്. കുടിച്ചതങ്ങേരല്ലേ, അപ്പൊ അങ്ങേർക്ക് മറക്കൂലല്ലോ. നീ ചോദിച്ചു നോക്ക്, എന്നിട്ട് പറ. എടി ചാട്ടനൊക്കെ വന്ന് പക്ഷെ ചാട്ടൻ്റെ അടുത്തൊന്നും പറയാൻ പറ്റൂലല്ലേ ഇതേപോലെ കഷായം കുടിച്ചാൽ. ഞാൻ വീട്ടിൽ പറഞ്ഞ ഒരു മറ്റേ അമ്മ കുടിച്ചില്ലേ ഒരു എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞത്, ഒരു കയ്പുള്ള മായ നമ്മളമ്മ കുടിച്ചിട്ടില്ല, അതേപോലത്തെ ഒരു സാധനം കുടിച്ചെന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ അത് കുടിച്ചത് ശബ്ദത്തിൽ ഉറങ്ങിയെന്നാണ് ഞാൻ വീട്ടിൽ പറഞ്ഞു. പക്ഷെ എനിക്ക് ഈ ജ്യൂസിന് എന്തോ ഡൗട്ട് തോന്നണ്. അതൊരു നോർമൽ ടേസ്റ്റ് ആയിരുന്ന, കുഴപ്പമൊന്നുമില്ലല്ലോ. ഞാൻ അതും റിയാക്ട് ആയതാണോ എന്തോ. കൈപ്പറിയാൻ വേണ്ടിയാണ് കൊടുത്തതെന്നല്ലേ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോ പറഞ്ഞാൽ എന്നിട്ട് കുടിച്ചു. അങ്ങനെ അല്ലല്ലോ ഞാൻ പറഞ്ഞത്. ഞാൻ തുടക്കം മുതലേ ഗ്ലാസിന്റെ കാര്യവും എടുത്തു വച്ച കാര്യവും ഗ്ലാസ്സിൽ ഒഴിച്ച് വെച്ചിരുന്നത് മാറ്റി വെച്ചത് എല്ലാം ഞാൻ പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കണേ. എനിക്ക് മാറ്റി പറയണ കാര്യമൊന്നും ഇല്ലടാ. നീ ഒന്ന് നന്നായിട്ട് ആലോചിച്ച് നോക്ക്. ഇതേ കാര്യങ്ങൾ ഞാൻ ചേട്ടനടുത്തും പപ്പയടുത്തും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. നീ ചോദിച്ചു നോക്ക് വേണമെങ്കിൽ. എന്റെ ദോഷത്തിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ ചേട്ടനോട് പറഞ്ഞിട്ടുണ്ട്. അതൊന്നും ഒന്നുമില്ല അത് പറയാ ഞാനും അത് വിശ്വസിച്ചിരുന്നു. അതിനിപ്പോ എന്താ ചെയ്യാ? അതിനിപ്പോ ഞങ്ങളുടെ ആചാരപ്രകാരം മറ്റേ നെറ്റിയിലെ സിന്ദൂരമൊക്കെ പെണ്ണ് നിന്നിട്ട് വെള്ളമൊഴിച്ച് മാറ്റി കളഞ്ഞ അത്. ഇനി നിന്റെ ചേട്ടനോട് ചോദിക്കുമ്പോ നീ ചോദിക്ക്, ഗ്ലാസ്സിലല്ലേ കുടിച്ചത്, ഗ്ലാസ്സിലെടുത്ത് മാറ്റി വെച്ചിരുന്നതാണോ ഞാൻ എടുത്ത് തന്നത് എന്ന് നീ ചോദിക്ക്.
എനിക്ക് കള്ളം പറയണ കാര്യമൊന്നും ഇല്ല. ഞാൻ പറഞ്ഞത് സത്യമാണ്. കയ്പ് നോക്കാൻ വേണ്ടിയാണ്. ഞാൻ കുറിച്ചിട്ട് കയ്പ് എന്ന് പറയുമ്പോൾ അതിന്റെ കളിയാക്കും. അതുകൊണ്ട് അതിന്റെ കയ്പ് എന്താണെന്ന് അറിയണമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എടുത്ത് മാറ്റി വെച്ചിരുന്നത്. അമ്മയാണ് മരുന്നൊക്കെ വെച്ചിരിക്കുന്നത്. ഞാൻ എടുത്ത് മാറ്റി ഗ്ലാസ്സിലാണ് വെച്ചിരുന്നത്. നീ അത് ചോദിച്ചു നോക്ക്. കുടിച്ചടങ്ങിയതല്ലേ, അപ്പൊ അങ്ങേർക്ക് മറക്കൂലല്ലോ. നീ ചോദിച്ചു നോക്ക്. എന്നിട്ട് പറ. എടി ചാട്ടനൊക്കെ വന്നു, പക്ഷെ ചാട്ടൻ്റെ അടുത്തൊന്നും പറയാൻ പറ്റൂലല്ലേ ഇതേപോലെ കഷായം കുടിച്ചാൽ. ഞാൻ വീട്ടിൽ പറഞ്ഞ ഒരു മറ്റേ അമ്മ കുടിച്ചില്ല ഒരു എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞത്, ഒരു കയ്പുള്ള നമ്മളന്ന് കുടിച്ചിട്ടില്ല, അതേപോലത്തെ ഒരു സാധനം കുടിച്ചെന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ അത് കുടിച്ചതുകൊണ്ട് ശബ്ദത്തിൽ തുടങ്ങിയെന്നാണ് ഞാൻ വീട്ടിൽ പറഞ്ഞത്. പക്ഷെ എനിക്ക് ഈ ജ്യൂസിന് എന്തോ ഡൗട്ട് തോന്നണ്. അതൊരു നോർമൽ ടേസ്റ്റ് ആയിരുന്ന, കുഴപ്പമൊന്നുമില്ലല്ലോ. ഞാൻ അത് റിയാക്ട് ആയതാണോ എന്തോ. കയ്പറിയാൻ വേണ്ടിയാണ് കൊടുത്തതെന്നല്ലേ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോ പറഞ്ഞ ചായനെടുത്ത് കുടിച്ചു. അങ്ങനെയല്ലല്ലോ ഞാൻ പറഞ്ഞത്. ഞാൻ തുടക്കം മുതലേ ഗ്ലാസിന്റെ കാര്യവും എടുത്തു വച്ച കാര്യവും ഗ്ലാസ്സിൽ ഒഴിച്ച് വെച്ചിരുന്നത് മാറ്റി വെച്ചത് എല്ലാം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കണേ. എനിക്ക് മാറ്റി പറയണ കാര്യവും ഇല്ലടാ. നീ ഒന്ന് നന്നായിട്ട് ആലോചിച്ച് നോക്ക്. ഇതേ കാര്യങ്ങൾ ഞാൻ ചേട്ടനടുത്തും പപ്പയെടുത്തും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. നീ ചോദിച്ചു നോക്ക് വേണമെങ്കിൽ. എന്റെ ദോഷത്തിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ ചേട്ടനോട് പറഞ്ഞിട്ടുണ്ട്. അതൊന്നും ഒന്നുമില്ല എന്ന് പറയാ ഞാനും അത് വിശ്വസിച്ചിരുന്നു. അതിനിപ്പോ എന്താ അതിനിപ്പോ ഞങ്ങളുടെ ആചാരപ്രകാരം മറ്റേ നെറ്റിയിലെ സിന്ദൂരമൊക്കെ പെണ്ണ് നിന്നിട്ട് വെള്ളം ഒഴിച്ച് മാറ്റി കളഞ്ഞ അത്. ഇനി നിന്റെ ചേട്ടനോട് ചോദിക്കുമ്പോ നീ ചോദിക്കും, ഗ്ലാസ്സിലല്ലേ കുടിച്ചത്, ഗ്ലാസ്സിലെടുത്ത് മാറ്റി വെച്ചിരുന്നതാണോ ഞാൻ എടുത്ത് തന്നത് എന്ന് നീ ചോദിക്ക്. എനിക്ക് കള്ളം പറയണ കാര്യമൊന്നും ഇല്ല. ഞാൻ പറഞ്ഞത് സത്യമാണ്. കയ്പ് നോക്കാൻ വേണ്ടിയാണ്. ഞാൻ കുറിച്ചിട്ട് കയ്പ് എന്ന് പറയുമ്പോൾ അതിന്റെ കളിയാക്കും. അതുകൊണ്ട് അതിന്റെ കയ്പ് എന്താണെന്ന് അറിയണമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എടുത്ത് മാറ്റി വെച്ചിരുന്നത്. അമ്മയാണ് മരുന്നൊക്കെ വെച്ചിരിക്കുന്നത്. ഞാൻ എടുത്ത് മാറ്റി ഗ്ലാസ്സിലാണ് വെച്ചിരുന്നത്. നീ അത് ചോദിച്ചു നോക്ക്. കുടിച്ചടങ്ങിയതല്ലേ, അപ്പൊ അങ്ങേർക്ക് മറക്കൂലല്ലോ. നീ ചോദിച്ചു നോക്ക്. എന്നിട്ട് പറ. എടി ചാട്ടനൊക്കെ വന്നു, പക്ഷെ ചാട്ടൻ്റെ അടുത്തൊന്നും പറയാൻ പറ്റൂലല്ലേ ഇതേപോലെ കഷായം കുടിച്ചാൽ. ഞാൻ വീട്ടിൽ പറഞ്ഞ ഒരു മറ്റേ അമ്മ കുടിച്ചില്ല ഒരു എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞത്, ഒരു കയ്പുള്ള നമ്മളന്ന് കുടിച്ചിട്ടില്ല, അതേപോലത്തെ ഒരു സാധനം കുടിച്ചെന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ അത് കുടിച്ചതുകൊണ്ട് ശബ്ദത്തിൽ തുടങ്ങിയെന്നാണ് ഞാൻ വീട്ടിൽ പറഞ്ഞത്. പക്ഷെ എനിക്കും ഈ ജ്യൂസിന് എന്തോ ഡൗട്ട് തോന്നണ്. അതൊരു നോർമൽ ടേസ്റ്റ് ആയിരുന്ന, കുഴപ്പമൊന്നുമില്ലല്ലോ. ഞാൻ അത് റിയാക്ട് ആയതാണോ എന്തോ. കയ്പറിയാൻ വേണ്ടിയാണ് കൊടുത്തതെന്നല്ലേ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോ പറഞ്ഞ ചായനെടുത്ത് കുടിച്ചു. അങ്ങനെയല്ലല്ലോ ഞാൻ പറഞ്ഞത്. ഞാൻ തുടക്കം മുതലേ ഗ്ലാസിന്റെ കാര്യവും എടുത്തു വച്ച കാര്യവും ഗ്ലാസ്സിൽ ഒഴിച്ച് വെച്ചിരുന്നത് മാറ്റി വെച്ചത് എല്ലാം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കണേ. എനിക്ക് മാറ്റി പറയണ കാര്യവും ഇല്ലടാ. നീ ഒന്ന് നന്നായിട്ട് ആലോചിച്ച് നോക്ക്. ഇതേ കാര്യങ്ങൾ ഞാൻ ചേട്ടനടുത്തും പപ്പയെടുത്തും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. നീ ചോദിച്ചു നോക്ക് വേണമെങ്കിൽ. എന്റെ ദോഷത്തിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ ചേട്ടനോട് പറഞ്ഞിട്ടുണ്ട്. അതൊന്നും ഒന്നുമില്ല എന്ന് പറയാ ഞാനും അത് വിശ്വസിച്ചിരുന്നു. അതിനിപ്പോ എന്താ അതിനിപ്പോ ഞങ്ങളുടെ ആചാരപ്രകാരം മറ്റേ നെറ്റിയിലെ സിന്ദൂരമൊക്കെ പെണ്ണ് നിന്നിട്ട് വെള്ളം ഒഴിച്ച് മാറ്റി കളഞ്ഞ അത്. ഇനി നിന്റെ ചേട്ടനോട് ചോദിക്കുമ്പോ നീ ചോദിക്കും, ഗ്ലാസ്സിലല്ലേ കുടിച്ചത്, ഗ്ലാസ്സിലെടുത്ത് മാറ്റി വെച്ചിരുന്നതാണോ ഞാൻ എടുത്ത് തന്നത് എന്ന് നീ ചോദിക്ക്. എനിക്ക് കള്ളം പറയണ കാര്യമൊന്നും ഇല്ല. ഞാൻ പറഞ്ഞത് സത്യമാണ്. കയ്പ് നോക്കാൻ വേണ്ടിയാണ്. ഞാൻ കുറിച്ചിട്ട് കയ്പ് എന്ന് പറയുമ്പോൾ അതിന്റെ കളിയാക്കും. അതുകൊണ്ട് അതിന്റെ കയ്പ് എന്താണെന്ന് അറിയണമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എടുത്ത് മാറ്റി വെച്ചിരുന്നത്. അമ്മയാണ് മരുന്നൊക്കെ വെച്ചിരിക്കുന്നത്. ഞാൻ എടുത്ത് മാറ്റി ഗ്ലാസ്സിലാണ് വെച്ചിരുന്നത്. നീ അത് ചോദിച്ചു നോക്ക്. കുടിച്ചടങ്ങിയതല്ലേ, അപ്പൊ അങ്ങേർക്ക് മറക്കൂലല്ലോ. നീ ചോദിച്ചു നോക്ക്. എന്നിട്ട് പറ. എടി ചാട്ടനൊക്കെ വന്നു, പക്ഷെ ചാട്ടൻ്റെ അടുത്തൊന്നും പറയാൻ പറ്റൂലല്ലേ ഇതേപോലെ കഷായം കുടിച്ചാൽ. ഞാൻ വീട്ടിൽ പറഞ്ഞ ഒരു മറ്റേ അമ്മ കുടിച്ചില്ല ഒരു
എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞത് ഒരു കയ്പുള്ള നമ്മളെ കുടിച്ചിട്ടുണ്ട്, അതേപോലത്തെ ഒരു സാധനം കുടിച്ചെന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ അത് കുടിച്ചത് ശബ്ദത്തിൽ ഉറങ്ങിയെന്നാണ് ഞാൻ വീട്ടിൽ പറഞ്ഞത്. പക്ഷെ എനിക്കും ഈ ജ്യൂസിന് എന്തോ ഡൗട്ട് തോന്നണ്. അതൊരു നോർമൽ ടേസ്റ്റ് ആയിരുന്ന, കുഴപ്പമൊന്നുമില്ലല്ലോ. ഞാൻ അതും റിയാക്ട് ആയതാണോ എന്തോ. കൈപ്പറയാൻ വേണ്ടിയാണ് കൊടുത്തതെന്നല്ലേ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോ പറഞ്ഞാ എന്നിട്ട് കുടിച്ചു പോകുന്നത് അങ്ങനെയല്ലല്ലോ ഞാൻ പറഞ്ഞത്. ഞാൻ തുടക്കം മുതലേ ഗ്ലാസിന്റെ കാര്യവും എടുത്തു വച്ച കാര്യവും ഗ്ലാസ്സിൽ ഒഴിച്ച് വെച്ചിരുന്നത് മാറ്റി വെച്ചത് എല്ലാം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കണേ. എനിക്ക് മാറ്റി പറയുന്ന കാര്യമൊന്നും ഇല്ലടാ. നീ ഒന്ന്